കല്യാണം ഒന്നും നടന്നിട്ട് ഒരു കാര്യമില്ല. പിന്നെ എങ്ങനെ നടക്കുന്ന ഞാൻ ഈ വാസ്ഥാനത്ത് കയറി വലിച്ച കോമഡി അടിക്കല്ലേ, ഒരു പണി കണ്ടുപിടിച്ചേ പറ്റും. എന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. കടം മേടിച്ച് മുടി ഇനി കടം തരാനായാലും അതാണ് അവസ്ഥ. എനിക്ക് ഈ ദാരിദ്ര്യം മനസ്സിലാതെ വേറെ ഒന്നും പറയാനില്ല. അമ്മ ഒരു സിഗരറ്റ് ഞാൻ കടക്കകത്ത് പുഴ വലിക്കരുത്. സിഗരറ്റ് വിൽക്കാം, വലിച്ചൂടത്രേ. തീപ്പെട്ടി വീണ പോണ. ഇതൊക്കെയാണ് സുഖം, സുഖജീവിതം. നിങ്ങൾ വലിയ സിനിമാക്കാരാവും നടക്കല്ലേ? ആ പ്രദേശത്തേക്ക് പോകണം. ഒന്നീ പെണ്ണായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിറച്ച് കാശുമാണ്. എല്ലാവരും രക്ഷയില്ല. അങ്ങനെ പറയല്ലേ അളിയാ, എല്ലാ ഫീൽഡിലും നല്ലൊരു കാണും. പരിശ്രമം ഒരിക്കലും കൈവിടരുത്. വീട്ടുകാർ കഷ്ടപ്പെട്ടേ ഗൾഫിൽ പറഞ്ഞു വിട്ടതാ. 4-ാമത്തെ ദിവസം അച്ഛനെ കാണണം അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നവനാ ഉപദേശി. എന്താണ് കല്യാണക്കുറിയാണോ? ഇത് നമ്മുടെ സുധിച്ചേട്ടന്റെ കാസ്റ്റിംഗ് കാർഡാ. നീ ഒന്ന് അപ്ലൈ ചെയ്യും, ഞാനും അപ്ലൈ ചെയ്യാം. ഒരു കൈ നോക്കാം. ജയ, നിന്റെ ആരതി വരുന്നടാ. പൊന്നളിയെ ഇറക്കം കൂടുതലാണേ. പ്രായം ജയേട്ടാ, വീട്ടിലാകെ പ്രശ്നമാണ്. എൻ്റെ കല്യാണമാണ് പ്രശ്നം. എൻ്റെ അവസ്ഥ നിനക്കറിയാലോ. ഞാൻ കിട്ടിയ ജോലി ചേട്ടൻ വേണ്ടെന്ന് വെച്ചിട്ടല്ലേ? സിനിമ 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 എന്നിട്ട് എന്തെങ്കിലും ആയോ? എനിക്ക് മടുത്തു. ഇനി കുറച്ച് സമയം എന്താ? ഹലോ, ജയചന്ദ്രൻ അല്ലേ? അതെ. നിങ്ങളുടെ ആയിട്ട് ബയോഡേറ്റ ഞങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ കുമാരേട്ട കുറ്റത്തേക്ക് ഇരിക്കുന്ന മൂവിയിലേക്ക് നിങ്ങളെ സെലക്ട് ചെയ്തു. അതിനായിട്ട് നാളെ 11 മണിക്ക് ചെറിയ ഓഡിഷൻ എത്തും. അതിൽ താങ്കൾ കൃത്യമായി എത്തണം. എത്തിച്ചേരാം സാർ. അടുത്ത ആളുടെ വിളി. ഞാനൊരു സജഷൻ പറയാം. അതാണ് ചെയ്യേണ്ടത്. അതായത് ഒരു ബുദ്ധിസ്ഥിരതയില്ലാത്ത ഒരു വ്യക്തി ബാക്കിൽ ബാധിക്കാന് ദേഷ്യം സാറിന്റെ താമര സുചേട്ടാ, ചേട്ടാ അതെല്ലാം നമ്മൾ പറഞ്ഞ ആളുകളെല്ലാം സെറ്റാണ് ചേട്ടാ. പിന്നെ എൻ്റെ കാര്യം മറക്കല്ലേ ചേട്ടാ, നമ്മൾ അതിനു വേണ്ടിയൊക്കെയാണ്. അതെല്ലാം റെഡിയാണ് ചേട്ടാ. അതൊക്കെ ബാക്കിയെല്ലാം നമ്മൾ നോക്കിക്കോളാം ചേട്ടാ. അതൊക്കെ ഓക്കെ ചേട്ടാ, ധൈര്യമായിട്ടിരിക്കേ.
എല്ലാം നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ശരി ഏട്ടാ. ഹലോ. ആ ഹലോ, ജയചന്ദ്രല്ലേ? അതെ. ഇത് കുമാരേട്ട ഉഷ ചേച്ചി വിളിക്കുന്ന സിനിമയുടെ ലൊക്കേഷനിലാണ്. സാർ പറയുന്നു സാർ. ഞാൻ ഡയറക്ടറെ ഫോൺ കൊടുക്കാം. സാർ. സാർ മിസ്റ്റർ ജയചന്ദ്രൻ, സാർ. ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയുണ്ട്. നിങ്ങൾ ശരിക്കും ഒരു റിയൽ ആക്ടറായിരുന്നു. നിങ്ങളെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ നിങ്ങളൊരു മൊട്ടാണ്. ആ മൊട്ട് ഞാൻ വീഴിക്കുന്നു, അത് വിടർത്തും. പക്ഷെ ഒരു പ്രോബ്ലം, ഷൂട്ട് തുടങ്ങാറായപ്പോൾ നമ്മുടെ ലൈൻ പ്രൊഡ്യൂസർ ടക്കനെ ഒന്ന് കാര്യം ഒരു 5 ലക്ഷത്തിൻ്റെ ഷോട്ട് അതൊന്നും അറേഞ്ച് ചെയ്യാൻ പറ്റുമെന്ന് ജയചന്ദ്രൻ ഭയക്കുകയേ വേണ്ട. എ റിയൽ ഹീറോ. എൻ്റെ ഈ പടത്തിലെ ഹീറോ എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ. ആസിഫാലിയെ കുറിച്ചും തിരക്കി നോക്കും. എൻ്റെ പടം ഇറങ്ങുന്നതിന് ഇവിടെ പല ഡയറക്ടേഴ്സിനും ഭയമാണ്. ശ്രമിച്ചാൽ പോരാ, നടക്കണം. ഓക്കെ? ഓക്കെ സാർ. സാറ് നിന്റെ കാര്യം അറിയാമെന്ന് എന്നെ പറഞ്ഞു. നിന്റെ കരിയറിന് വേണ്ടി നീ എന്തെങ്കിലും ഒന്ന് ചെയ്യും. സാർ, എൻ്റെ അവസ്ഥ വളരെ മോശമാണ്. അങ്ങനെയൊരു 50,000 രൂപ മറിച്ചു. നിനക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റിയെങ്കിൽ വേറെ ആണുങ്ങളാ വേഷം ചെയ്യും. സാർ അങ്ങനെ പറയരുത്. അവന് പറഞ്ഞു വെച്ചാൽ അവൻ തന്നെ ചെയ്യും. അല്ലേ ഞാൻ എടാ ജയ, ഇത് 2 ലക്ഷം രൂപ. എൻ്റെ വീടിൻ്റെ ആധാരം ഞാൻ അവളറിയാതെ നൈസായിട്ടൊന്ന് പറയുന്നത്. ഇതുകൊണ്ട് നീ രക്ഷപ്പെടും. അത് ഞാൻ മാനേജ് ചെയ്യാം. ഓർഡറാ. എന്താ ഏട്ടാ? ഇതൊന്നും വേണ്ടടി. വീട്ടിലറിഞ്ഞ പ്രശ്നമല്ലേ? അത് കുഴപ്പമില്ല ഏട്ടാ, ഞാൻ വീട്ടിൽ മാനേജ് ചെയ്തോളാം. അളിയ, ഇത് എത്ര കിട്ടുമെന്ന് എനിക്കറിയില്ല. എൻ്റെ കയ്യിൽ ഇപ്പം എത്ര ഉള്ളേ? എടാ, നീ രക്ഷപ്പെടണോ? രക്ഷപ്പെട്ട് കണ്ട സാറേ, ഇത് എൻ്റെ ചങ്കുകളെല്ലാം കൂടി ചേർന്ന് അവരുടെ ജീവിതവും സ്വത്തും എല്ലാം പണയം വെച്ച് എന്നെ ഏൽപ്പിച്ചേക്കാണ്. സാറ് സ്വീകരിക്കണം. ഇങ്ങനെ തന്നാ പറ്റൂല. ഇത് വിറ്റോ പണയം വെച്ചോ കാശ് കൊണ്ടുപോവാ. ഇന്ന് തൊട്ട് നിന്റെ കരിയർ മാറിയാൽ കൂട്ടുകാരോട് പറഞ്ഞ് ഫ്ലെക്സ് വയ്ക്കാൻ തയ്യാറായിരിക്കും. ഓക്കെ? നീ ഇതുകൊണ്ട് പണയം വെച്ച് പൈസ സമയം കളയണ്ട. ഹലോ. അതെ. എൻ്റെ മകളാ? അത് നിനക്ക് തോന്നിയതായിരിക്കും. അത് അതെ 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 അതെ. എന്നിട്ട് അവൾക്കൊരു പൈസയ്ക്ക് അത്യാവശ്യം വന്നേ, അതുകൊണ്ട് വാങ്ങിയതായിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ, എന്നാൽ ശരിയല്ല. എടി, നിന്റെ മോക്ക് എന്തിന്റെ കുറവാണ്? ഞാനേ അന്യ നാട്ടിൽ പോയി കിടന്ന് കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടാണ് മാസാമാസം നിനക്കൊക്കെ അയച്ചു തന്നത്. എന്തിന്റെങ്കിലും ഒരു കുറവ് ഞാൻ നിങ്ങൾക്ക് വരുത്തിയിട്ടുണ്ടാ? എന്ന് തിന്നിട്ടും ഗല്ലിന്റെ ഇടയിൽ കയറി. നിന്റെയൊക്കെ വളർത്തു ദോഷമാണ് ഈ കാണുന്നതൊക്കെ. നിന്റെ മകള് ഇന്ന് സജുവിന്റെ കടയിൽ ഏതോ ഒരു ചെറുക്കനുമായിട്ട് ചെന്ന് ഞാൻ ഉണ്ടാക്കിയ സ്വർണം എല്ലാം കൊണ്ട് പണയം വെച്ചിരിക്കുകയാണ്. സജുവിന് അവളെ നല്ലതുപോലെ അറിയാം, പക്ഷെ അവക്ക് സജുവിനെ അറിഞ്ഞൂടാ. സജു അപ്പൊ തന്നെ എന്നെ വിളിച്ച് എല്ലാ കാര്യവും പറഞ്ഞു. നിന്റെ അല്ലേ മോള്, അവൾ ഇന്ന് വരുമെന്ന് ആർക്കറിയാം? മോളെ, നിന്റെ സ്വർണ്ണമൊക്കെ എവിടെ? അച്ഛനൊരു അത്യാവശ്യം ഉണ്ടായിരുന്നല്ലേ? അത് പിന്നെ അച്ഛാ, ഫ്രണ്ടിന് ഒരു അത്യാവശ്യം വന്നപ്പോ ഞാൻ പണയം വെക്കാൻ കൊടുത്തു. ഉടനെ എടുത്തു തരാനും പറഞ്ഞു. ആ സാഹചര്യത്തിൽ അച്ഛനോട് ചോദിക്കാനൊന്നും പറ്റിയില്ല. ക്ഷമിക്കണേ അച്ഛാ. പോയ കാര്യം എന്തായി സംഭവം? സാർ, അയാൾ പൈസ തന്നു. സുമ പരിചയപ്പെടുത്തുന്ന ആൾ പിടിതം തന്നെ. സാറന്മാരെ, ഇനി സാറന്മാർക്ക് ഞാൻ ആവശ്യമുള്ള സാധനം ഞാൻ വാങ്ങിച്ചു തരും. എന്താണ് ആവശ്യം? ശരിയാക്കി സിനിമയില്
അഭിനയിക്കണം. വലിയ വിഷമിക്കണ്ട, ഞാൻ നിങ്ങൾക്ക് നല്ലൊരു വേഷം തരാം. നിങ്ങളൊക്കെ ഒരു മുട്ടാണ്. ഞാൻ അതിനെ വികസിപ്പിക്കും. ക്യാമറാമാൻ ഉൾപ്പെടെ മറ്റെല്ലാ ടെക്നീഷ്യന്മാരും കുറഞ്ഞ പൈസയ്ക്ക് വർക്ക് ചെയ്യാൻ സമ്മതിച്ചു. ക്യാമറാമാൻ തന്നെ മേക്കപ്പ് എടുക്കും. പക്ഷെ ഒരു കാര്യമുണ്ട്, ക്യാമറാമാന് നല്ലൊരു റോൾ കൊടുക്കും. എന്നെ കളിയാക്കിയതാണ്. പാസിബാലെ ഒരു കാർഡുള്ള ഡയറക്ടറാണ്. വെറും കാർഡല്ല, സൗത്ത് ഇന്ത്യൻ. ഞാനൊരു ഫ്രെയിം വെച്ചാലേ അത് വെച്ചതാ. സാറേ, ഞാൻ കളിയാക്കിയതല്ല. മെയിൻ ക്യാമറാമാൻ അഭിനയിക്കുമ്പോൾ അസിസ്റ്റന്റ് ക്യാമറാമാൻ ക്യാമറ മെയിൻ ക്യാമറാമാൻ എന്നാൽ സൂപ്പറായി മറിക്കും. എന്ത് കോപ്പായാലും ശരി, ഞാൻ വയ്ക്കുന്ന ഫ്രെയിംസ് എല്ലാം കറക്റ്റ് ആയിരിക്കും. പിന്നെ എൻ്റെ റെമ്യൂണറേഷൻ്റെ കാര്യം അതും കറക്റ്റ് ആയിരിക്കണം. നിർത്തിനടാ നിന്റെയൊക്കെ ഒരു റെമ്യൂണറേഷൻ. പൈസ ഉണ്ടെങ്കിൽ ഞാൻ ബോളിവുഡ് ഡയറക്ടർ എടുത്ത് വെച്ച് എൻ്റെ പടം ഡയറക്റ്റ് ചെയ്യും. ഒരു ഫ്രെയിം വയ്ക്കാൻ അറിയാത്ത നിന്നെയൊക്കെ പിടിച്ച് ഡയറക്ടറാക്കിയ എന്നെ വേണം പറയാൻ. നിങ്ങളെ വെള്ളം അടിച്ചിട്ട് സീൻ വൃത്തികേടാക്കണ്ട. ഈ പടം കഴിഞ്ഞ് ഞാനൊരു ഭോജ്പുരി പടം ചെയ്യും. പോടെ ഒന്ന്. അതായത് നമ്മുടെ ക്യാമറാമാന് കാന്താര സിനിമയിൽ ഷൂട്ടുള്ളത് കൊണ്ട് സാറിൻ്റെ നിർദ്ദേശപ്രകാരം ഒരു അസിസ്റ്റൻറ്റിനെ വെച്ച് ഷൂട്ട് ചെയ്യുന്നതെന്നാണ് സാറ്. പിന്നെ കോ പ്രൊഡ്യൂസർ പറഞ്ഞതും അതാണ്. നമ്മുടെ കോ പ്രൊഡ്യൂസർ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു അസിസ്റ്റൻറ്റിനെ വെച്ച് പടം ചെയ്യേണ്ട, തൽക്കാലം ഈ പടം ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട് അടുത്ത ക്യാമറാമാൻ തിരിച്ചു വരുന്നത് വരെ നമ്മളെ ഈ പടം തൽക്കാലം ബ്രേക്ക് ചെയ്യാം. ചേട്ടാ, ഇവിടെ വന്നിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടെ എല്ലാം നോക്കി. ഭാവി എന്നിടം അതാണ്. കയ്യിലിരുന്ന കാശ് കിട്ടിയത് എല്ലാം പോയി. പോയതെല്ലാം പോട്ട് കയ്യിനെ കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. എവിടെയെല്ലാം തിരക്കിടാ. എന്റെ വണ്ടി പോയി അണ്ണാന്റെ വലിരിക്കുന്നത്. നിന്റെ വാക്ക് വിശ്വസിച്ചാലോ ഞാൻ അവർക്ക് പൈസ കൊണ്ടു കൊടുത്തത്. ഞാനെന്ത് ചെയ്യാനാടാ, നിന്നെ പോലെ അല്ലേ ഞാനും. പോയത് പോട്ടെ. ജയ, ആ സൂചിയല്ലടാ വരുന്നേ. അതെ അതെ, അവൻ തന്നെ. പെരുങ്കള്ള നീയൊക്കെ കൂടി എന്റെ ജീവൻ നശിപ്പിച്ചോളാം. പൊന്നാനുജന്മാരെ, ഞാനും നിരപരാധിയാണ്. അവസാനം അവർ എന്നെയും പറ്റിച്ചു. നിങ്ങളെല്ലാവരെയും ഒഴിവാക്കി അവർ വേറൊരു സ്ഥലത്ത് പോയി ഷൂട്ട് ചെയ്തു. അവസാനം ഡയറക്ടറും നായിക ഒളിച്ചോടി. പന്നി ഞാനും അവരെ തേരി നടക്കുകയാണ്. കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു എന്റെ പൊന്നനുജന്മാരെ, ഞാനായിട്ട് നിങ്ങൾ നഷ്ടപ്പെടുത്തിയ കാശ് ഞാൻ തന്നെ തരാം. വിളിക്കാന്ന് പറഞ്ഞു. ചുമ്മാ നീ അതൊന്നും പറയാൻ നിൽക്കണ്ട. അവൻ പക്ക ഉടായിപ്പാണ്. അന്ന് അവർക്ക് രക്ഷപ്പെടാൻ വേണ്ടി അവൻ ഡയലോഗ് ഇട്ട് പോയതാ. ഇന്ന് ടേക്ക് വന്നിട്ടില്ലേ, എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആ കോപ്പ നിന്നെ ഒന്ന് കാണാൻ വന്നതാ. ഇല്ല, നമുക്ക് പുറത്തേക്കാം. പിന്നെ ഇന്നാണ് നമ്മൾ കാണാൻ വന്നത്. പിന്നെ മെയിനായിട്ട് വന്ന് ഇദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താണ്. ഇദ്ദേഹം ഡയറക്ടർ പ്രതിയില്ല. എന്റെ കഥ 24/7 ഫിലിം സ്റ്റങ്സ് സിനിമയാക്കാൻ തീരുമാനിച്ചു. പ്രമുഖ നടന്മാരെല്ലാം ഇതിനെ അഭിനയിക്കുന്നു. സുധിയാണ് അസോസിയേറ്റ്. സുധി എൻ്റെ അടുത്ത് വന്ന് ഇയാളെ സജസ്റ്റ് ചെയ്തു. അപ്പോൾ നേരിട്ടൊന്ന് കാണാൻ വേണ്ടി വന്നതാണ്. അയ്യോ സാറേ, ഇനി എൻ്റെ കയ്യിൽ വിൽക്കാവൊന്നുമില്ല. ഇതിനും പൈസ വേണ്ട. ഇയാൾ അഭിനയിച്ചാൽ മാത്രം മതി. ഇതിൽ സെക്കൻഡ് ഹീറോ താനാണ്. സാറേ, അപ്പൊ എല്ലാം ഓക്കെയാണ്. പുതിയ ഒരാളെ സജസ്റ്റ് ചെയ്താൽ ഓക്കെയാണ്. വളരെ നന്ദിയുണ്ട് സാറേ, ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അളിയാ, നിന്റെ മുട്ട് വിരിഞ്ഞളിയാ. എന്തളിയാ? ഞാനേ നിന്റെ പൈസ എവിടെ വയ്ക്കാൻ ആലോചിക്കണം.